ഹായ്, എല്ലാവർക്കും സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സിലേക്ക് സ്വാഗതം. ഞാൻ ബെന്നിയച്ചൻ. വളരെ എളുപ്പത്തിൽ ഇംഗ്ലീഷ് ഭാഷ പഠിക്കാൻ സഹായിക്കുന്ന കാര്യങ്ങളാണ് നമ്മുടെ ഈ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സുകളിലൂടെ നൽകുന്നത്. രണ്ട് കാര്യങ്ങളെ അടിസ്ഥാനമാക്കിയാണ് നമ്മുടെ ക്ലാസ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഒന്ന്, നമ്മുടെ ഭാഷയിൽ നമ്മൾ പറയുന്ന കാര്യങ്ങൾ ഇംഗ്ലീഷിൽ എങ്ങനെ പറയും, അല്ലെങ്കിൽ ഇംഗ്ലീഷുകാര് അത് എങ്ങനെ പറയും, അത് കാണുന്നു. അതിനുശേഷം രണ്ടാമതായി നമ്മൾ ആ കാര്യം ആവർത്തിക്കും. ഇങ്ങനെ നമ്മൾ ആവർത്തിച്ച് കേട്ട് നമ്മൾ പഠിക്കും. നമ്മൾ മലയാളമൊക്കെ പഠിച്ചത് ഇങ്ങനെ കേട്ടാണ്. നമ്മൾ ഗ്രാമർ ക്ലാസ്സുകളിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ലാംഗ്വേജ് ക്ലാസ്സുകളിലൊക്കെ പോയല്ല മലയാളം പഠിച്ചത്. കുഞ്ഞുങ്ങളായിരിക്കുമ്പോൾ തന്നെ കേട്ട് നമ്മൾ ഭാഷ സ്വന്തമാക്കിയതാണ്. ആ തത്വമാണ് നമ്മൾ പിന്തുടരുന്നത്. അപ്പൊ ഇന്ന് നമ്മൾ കാണുന്നത് എന്താണ്? ചോദ്യങ്ങൾ ഉണ്ടാക്കുന്ന രീതി. നമ്മൾ ചോദ്യങ്ങൾ ഉണ്ടാക്കുന്ന രീതി കഴിഞ്ഞ ക്ലാസ്സുകളിൽ കണ്ടിരുന്നു. ഷുഡ്, ക്യാൻ, കുഡ്, മൂന്ന് കാര്യങ്ങൾ ഉപയോഗിച്ചുള്ള ചോദ്യങ്ങൾ ഓർക്കുന്നുണ്ടോ? ഞാൻ പോകണം, ഐ ഷുഡ് ഗോ, അല്ലെ? ഞാൻ പോകണോ, ഷുഡ് ഐ ഗോ. ഇംഗ്ലീഷുകാർ അങ്ങനെയാണ് ചോദ്യം ഉണ്ടാക്കുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കി ഷുഡ് മുൻപിൽ കൊണ്ടുവന്നിട്ടുന്നു. ഷുഡ് ഐ ഗോ, എനിക്ക് പോകാൻ കഴിയും, ഐ ക്യാൻ ഗോ. എനിക്ക് പോകാൻ കഴിയുമോ, ക്യാൻ ഐ ഗോ. അങ്ങനെയൊക്കെ കണ്ടു. ഇനി ക്വസ്റ്റ്യൻ വേർഡ്സ് എന്ന് പറയുക, അതിലെ ചോദ്യം ചോദിക്കാൻ വേണ്ടിയുള്ള കുറച്ച് വാക്കുകളുണ്ട്. നമുക്കറിയാം, മലയാളത്തിലും ഉണ്ട്, ഇംഗ്ലീഷിലും ഉണ്ട്. മലയാളത്തിലുണ്ട്, ഇംഗ്ലീഷിലുണ്ട്. ഉദാഹരണമായിട്ട്, ഞാൻ എഴുതണോ, ഷുഡ് ഐ റൈറ്റ്. ഞാൻ എഴുതണോ, ചോദ്യം, ഷുഡ് ഐ റൈറ്റ്. അത് നമുക്ക് വേറെ വാക്ക്, ഞാൻ എപ്പോൾ എഴുതണം, ഞാൻ എപ്പോൾ എഴുതണം, അല്ലെങ്കിൽ എപ്പോൾ ഞാൻ എഴുതണം. നമുക്ക് തിരിച്ചൊക്കെ പറയാൻ പറ്റും. എപ്പോൾ ഞാൻ എഴുതണം, അല്ലെങ്കിൽ ഞാൻ എപ്പോൾ എഴുതണം. ഒരേ കാര്യം തന്നെയാണ്, വാക്കുകളും തിരിച്ചിടാൻ പറ്റും. അല്ലെങ്കിൽ എപ്പോഴാണ് ഞാൻ എഴുതേണ്ടത്, അങ്ങനെ നമ്മൾ ചോദിക്കും. അർത്ഥമൊക്കെ ഒന്ന് തന്നെയാ. അപ്പൊ ഇങ്ങനെയുള്ള വാക്കുകൾ, എപ്പോൾ, അല്ലെങ്കിൽ ഞാൻ എന്തെഴുതണം, എന്താണ് ഞാൻ എഴുതേണ്ടത്, എന്ത് ഞാൻ എഴുതണം, അല്ലെങ്കിൽ ഞാൻ എന്തെഴുതണം. എല്ലാം ഈ മൂന്ന് വാചകങ്ങൾ ഒന്ന് തന്നെയാണ്. നമുക്ക് ഇങ്ങനെ മാറ്റിയൊക്കെ പറയാൻ പറ്റും. അല്ലെങ്കിൽ ഞാൻ എവിടെ എഴുതണം, ബോർഡിൽ എഴുതണം, പുസ്തകത്തിൽ എഴുതണം, അവിടെ എഴുതണം, ഇവിടെ എഴുതണം, അങ്ങനെ എഴുതില്ലേ? ഞാൻ എവിടെ എഴുതണം, എവിടെ, എപ്പോൾ, എന്ത്. അപ്പൊ ഇത്രയും മൂന്ന് വാക്കുകളാണ് നമ്മൾ ഇന്ന് കാണുന്നത്. ഇനിയുണ്ട് നമ്മുടെ മലയാളത്തിൽ ചോദിക്കുന്ന പോലെ, എങ്ങനെ എഴുതണം, ആരെഴുതണം, ഇല്ലേ, എത്ര പ്രാവശ്യം എഴുതാം. അങ്ങനെ നമുക്ക് ഒത്തിരി വാക്കുകൾ മലയാളത്തിലുണ്ട്, അത് ഇംഗ്ലീഷിലുണ്ട്. അപ്പൊ നമ്മുടെ മലയാളത്തിൽ നമ്മൾ പറയുന്നു, ഞാൻ എപ്പോൾ എഴുതണം. അപ്പോൾ നമ്മൾ ആ വാക്ക് നമുക്കറിയാം, എന്താണ്? വെൻ. ഇപ്പൊ എഴുതണ്ട, ഞാൻ പറയുമ്പോൾ എഴുതിയാൽ മതി. വെന്നിന്റെ അർത്ഥം എന്താണ്? എപ്പോൾ. ഓക്കെ. ഇനി അടുത്തത് വാട്ട്. WHAT, വാട്ട് എന്ന് വെച്ചാൽ എന്താണ്? എന്ത്. അതൊക്കെ പഴയ മലയാളമാണ്, ഇപ്പൊ ഇങ്ങനെയൊക്കെ എഴുതുമെന്ന് അറിഞ്ഞുകൂടാ. പിന്നെ നമുക്ക് മൂന്നാമത് ഇന്ന് കാണുന്നത് വേർ, എവിടെ. WHERE, അല്ലെ? എവിടെ, എവിടെ. ഈ മൂന്ന് വാക്കുകൾ വെച്ചുള്ള ചോദ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. നമ്മൾ പഠിച്ചത് വെച്ച് തന്നെയാണ്. ഷുഡ്, ക്യാൻ, കുഡ് ഒക്കെ വെച്ച് തന്നെയാണ് പ്രാക്ടീസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ ഒരു വാചകം കാണാം. വേറെ, അവൻ എപ്പോൾ എഴുതണം. അവൻ എഴുതണോ, അല്ലെ? നമ്മളത് കണ്ടതാണ്. ഷുഡ് ഹി റൈറ്റ്. അതിന്റെ അർത്ഥം എന്താണ്? അവൻ എഴുതണോ. ഓക്കെ, ക്വസ്റ്റ്യൻ മാർക്കാണത്. അവൻ എഴുതണോ, അവൻ എപ്പോൾ എഴുതണം, അവൻ എപ്പോൾ എഴുതണം, അവൻ എപ്പോൾ. അപ്പൊ ക്വസ്റ്റ്യന്റെ രൂപം ഉണ്ടല്ലോ, ഇംഗ്ലീഷുകാർ ഉപയോഗിക്കുന്ന രൂപം എന്താണ്? വെർബിന്റെ ആദ്യ ഭാഗം കൊണ്ടുവന്ന് മുമ്പിലിടുന്നു, ആദ്യത്തെ ഭാഗം കൊണ്ടുവന്ന് മുൻപിലിടുന്നു. അങ്ങനെയാണ് ഷുഡ് ഇവിടെ വന്നത്. ഷുഡ്, അല്ലെ? അവൻ എഴുതണം, ഹി ഷുഡ് റൈറ്റ്, ഹി ഷുഡ് റൈറ്റ്. അങ്ങനെയാണ് അവൻ എഴുതണം.
അവൻ എഴുതണോ ചോദ്യമായ ചോദ്യമാകുമ്പോൾ ആ ഷുഡ് കൊണ്ടൊന്ന് മുമ്പിലിടും. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടതാണ്. അപ്പൊ ഇതേ രൂപം തന്നെയാണ് നമ്മൾ ക്വസ്റ്റ്യനിൽ ഉപയോഗിക്കേണ്ടത്. അപ്പോ ക്വസ്റ്റ്യനിൽ വെൻ ഹി ഷുഡ് റൈറ്റ്, വെൻ ഹി ഷുഡ് റൈറ്റ്, വെൻ ഹി ഷുഡ് റൈറ്റ് എന്ന് പറഞ്ഞാൽ തെറ്റാണ്. അങ്ങനെ ഇംഗ്ലീഷുകാർ സമ്മതിക്കുന്നില്ല. കാരണം ആ ഷുഡ് മുമ്പിൽ തന്നെ ഇതുപോലെ തന്നെ ആയിക്കണം. അപ്പൊ ഇവിടെ കൂടെ ഒന്ന് വെറുതെ വെൻ വെച്ചാൽ മതി. പിന്നെ ബാക്കിയെല്ലാം ഇതുപോലെ തന്നെ. ഞാൻ വീണ്ടും എഴുതുന്നില്ല. അപ്പൊ വെൻ ഷുഡ് ഹി റൈറ്റ്, അവൻ എപ്പോൾ എഴുതണം. അപ്പൊ ക്വസ്റ്റ്യന്റെ ഫോർമുല നമ്മൾ നേരത്തെ കണ്ട അതേ രീതിയിൽ തന്നെയാണ്. ഓക്കെ, അപ്പൊ ഇതിപ്പോ നിങ്ങൾ എഴുതിയെടുക്കുക. വെൻ എഴുതണം, അതിന്റെ അർത്ഥം എപ്പോൾ, വാട്ട് എന്ത്, വേർ എവിടെ, 3 വെച്ചാണ് നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോ വെൻ ഷുഡ് ഹി റൈറ്റ്, അവൻ എപ്പോൾ എഴുതണം. ഞാൻ എപ്പോൾ എഴുതണം. വെൻ ഷുഡ് ഐ റൈറ്റ്, വെൻ ഷുഡ് ഐ, ഞാൻ എപ്പോൾ എഴുതണം, അല്ലെങ്കിൽ എപ്പോൾ ഞാൻ എഴുതണം. നമുക്ക് അങ്ങനെ മലയാളത്തിൽ തിരിച്ചൊക്കെ പറയാൻ പറ്റും. നമ്മുടെ ഒരു അവൻ എഴുതണം അല്ലെ, എപ്പോൾ ഞാൻ എഴുതണം, വെൻ ഷുഡ് ഐ റൈറ്റ്. അല്ലെങ്കിൽ ഇത് നമുക്ക് തിരിച്ചും പറയാം, ഞാൻ എപ്പോൾ എഴുതണം. ഇതേ വാക്യം തന്നെയാണ് ഇവിടെ ഞാൻ ഇവിടെ കൊണ്ടുവന്നിടുന്നു. എപ്പോൾ ഇവിടെ നമുക്ക് ഇങ്ങനെയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇടാൻ പറ്റും. ഇംഗ്ലീഷുകാർക്ക് അങ്ങനെ വരില്ല. വെൻ ഷുഡ് ഐ റൈറ്റ്, വെൻ ഷുഡ് ഹി റൈറ്റ്, ഷുഡ് ഹി വെൻ, അങ്ങനെയൊന്നും പറ്റില്ല. അവർക്ക് ആകെയേ ഉള്ളു. നമ്മളാണ് കുറെ കൂടി സമ്പന്നർ ഇക്കാര്യത്തിൽ. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിച്ചും തലതിരിച്ചൊക്കെ ഭാഷ നമ്മള് ഇങ്ങനെയാക്കി. ഇനി ചോദിക്കാം, എപ്പോഴാണ് ഞാൻ എഴുതേണ്ടത്, അങ്ങനെ ചോദിക്കില്ല. അത് ഇത് തന്നെയാ. ഞാൻ എപ്പോൾ എഴുതണം, എപ്പോൾ ഞാൻ എഴുതണം, എപ്പോഴാണ് ഞാൻ എഴുതേണ്ടത്, അല്ലെ ഞാൻ എപ്പോഴാണ് എഴുതേണ്ടത്, അങ്ങനെ പല രീതിയിൽ നമ്മൾ ചോദിക്കും. ഇംഗ്ലീഷിൽ അത് ഒരു ഇത് മാത്രമേ ഉള്ളൂ. വെൻ ഷുഡ് ഐ റൈറ്റ്, ഞാൻ എപ്പോൾ എഴുതണം, എപ്പോഴാണ് ഞാൻ എഴുതേണ്ടത്, എപ്പോൾ ഞാൻ എഴുതണം, ഞാൻ എപ്പോൾ എഴുതണം, എപ്പോഴാണ് ഞാൻ എഴുതേണ്ടത്, ഞാൻ എപ്പോഴാണ് എഴുതേണ്ടത്. അതെല്ലാം നമുക്ക് ഇംഗ്ലീഷിൽ എന്താണ് ഈ വെൻ വെച്ച് ഈ ചോദ്യത്തിന്റെ ഫോർമുല നേരത്തെ കണ്ടതുപോലെ തന്നെയാണ്. വെർബിന്റെ ഒരു ഭാഗം മുന്നിൽ തന്നെ, വെന്നിന്റെ മുമ്പിൽ കൊണ്ടിട്ടേക്കരുത്, ഷുഡ് വെൻ എന്നും പറഞ്ഞേക്കരുത്. വെൻ ആദ്യം പറയും, അതങ്ങനെ പറയും. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മൾ. ഇതിന്റെ നെഗറ്റീവ് ഒന്നും ചോദിക്കില്ല. ഞാൻ എപ്പോഴാണ് എഴുതേണ്ടാത്തത് അങ്ങനെയൊന്നും ഇംഗ്ലീഷിൽ ചോദിക്കില്ല. വൈ വെച്ച് ചോദിക്കും, വൈയും ഹൂവും ഉപയോഗിക്കും. നെഗറ്റീവ് ക്വസ്റ്റ്യൻ നമ്മൾ വെൻ വെച്ചൊന്നും ചോദിക്കില്ല യൂഷ്വലി, സാധാരണയായിട്ട്. ഞാൻ ഇതുവരെയും കണ്ടിട്ടില്ല. വെൻ ഷുഡ് ഹി റൈറ്റ്. അപ്പൊ ഇതാണ് നമ്മൾ ഇന്ന് പ്രാക്ടീസ് ചെയ്യുന്ന കാര്യം. മനസ്സിലായില്ലേ? ഞാൻ എപ്പോൾ എഴുതണം, വെൻ ഷുഡ് ഐ റൈറ്റ്, വെൻ ഷുഡ് ഐ റൈറ്റ്. നമ്മൾ എപ്പോൾ എഴുതണം, വെൻ ഷുഡ് ബി റൈറ്റ്. നീ എപ്പോൾ എഴുതണം, വെൻ ഷുഡ് യു റൈറ്റ്, വെൻ ഷുഡ് യു റൈറ്റ്. ആ ഷുഡ് യു അത് അതേപടി തന്നെ ഇടണേ. വെൻ ഹി ഷുഡ് റൈറ്റ്, വെൻ ഹി ഷുഡ് റൈറ്റ് എന്ന് പറഞ്ഞാൽ തെറ്റാണ്. കാരണം എന്താണ്, ഷുഡ് മുമ്പിലല്ല. വെൻ ഹി ഷുഡ്, ഷുഡ് ഹീയുടെ മുമ്പിൽ കിടക്കണം. ഓക്കെ, ഇത്രയുള്ള കാര്യം. അപ്പൊ നമ്മൾ ഇന്ന് കാണുന്നത് വെൻ, വാട്ട്, വേർ, ഇത് ക്വസ്റ്റ്യൻ വേർഡ്സ് എന്നൊക്കെയാണ് ഇതിനെ പറയുന്നത്. അതായത് ചോദ്യവാക്കുകൾ. ചോദ്യം ഇങ്ങനെ നമ്മൾ ചോദിക്കും. നമ്മൾ മലയാളത്തിലും ചോദിക്കും, ഇംഗ്ലീഷുകാരും അത് തന്നെ ചോദിക്കും. അതുകൊണ്ട് തുടങ്ങാം. അപ്പൊ നമ്മൾ ഇന്ന് വെർബ് ഓടിച്ച് കാണാം. ആദ്യം കാണാൻ റൈറ്റ് അല്ലേ, റൈറ്റ്. ഓക്കെ, അപ്പൊ നിങ്ങൾ ഈ 3 വാക്കുകൾ എഴുതി ഒരു ഉദാഹരണം എഴുതിയാൽ മതി. വെൻ ഷുഡ് ഐ റൈറ്റ്. ഇത് നമുക്ക് പിന്നെ അടുത്ത ഇതിൽ കാണാം. ഇപ്പൊ നമുക്ക് റൈറ്റ് വെച്ച്, റൈറ്റും വെന്നും വെച്ചാണ് പ്രാക്ടീസ് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പൊ നമ്മൾ തുടങ്ങുകയാണ്. അപ്പോ നമ്മള് പ്രാക്ടീസ് സെഷൻ ഏറ്റവും പ്രധാനപ്പെട്ടത്. ഇത് ഇത്രയേ ഉള്ളൂ. വെൻ ഷുഡ് ഐ റൈറ്റ്. നേരത്തെ കണ്ട അതേ ഫോർമുല മുമ്പിൽ വെൻ വെച്ചാൽ എപ്പോൾ എന്നുള്ള അർത്ഥം വരും. അത്രയേ ഉള്ളൂ. പക്ഷെ പ്രാക്ടീസ് ചെയ്തില്ലെങ്കിൽ ഇത് കാര്യമൊന്നുമില്ല. അപ്പൊ നിങ്ങൾ പറ്റുമെങ്കിൽ രണ്ടുപേരും നിങ്ങൾ തന്നെ ഒരുമിച്ചിരുന്ന് പ്രാക്ടീസ് ചെയ്യുക. അതില്ലെങ്കിൽ നമുക്കിപ്പോ പ്രാക്ടീസ് ചെയ്യുന്ന രീതി തുടരാം. ഓക്കെ, അപ്പൊ ഞാൻ എപ്പോൾ എപ്പോൾ എഴുതണം, എപ്പോൾ ഞാൻ എഴുതണം. ഞാൻ പറഞ്ഞു, നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിച്ചിടാനുള്ള സ്വാതന്ത്ര്യം നമ്മുടെ ഭാഷയിലുണ്ട്. ഇംഗ്ലീഷിൽ അങ്ങനെ പറ്റില്ല.
വെൻ ഷുഡ് ഐ റൈറ്റ് എന്നേ പറ്റുള്ളൂ. വെൻ അല്ലെ ഷുഡ് വെൻ അങ്ങനെയൊന്നും പറ്റില്ല. വെൻ ആദ്യം തന്നെ പറയണം. അപ്പൊ ഞാൻ എപ്പോൾ എഴുതണം, എപ്പോൾ ഞാൻ എഴുതണം, എപ്പോഴാണ് ഞാൻ എഴുതേണ്ടത്, ഞാൻ എപ്പോഴാണ് എഴുതേണ്ടത്, ഇതെല്ലാം ഇംഗ്ലീഷിൽ ഒരു വാചകം നമുക്ക് ഇഷ്ടം പോലെയാണ് നമ്മൾ പറഞ്ഞ്. ഇനി ഓരോ നമ്മുടെ കേരളത്തിൽ തന്നെ പല സ്ഥലങ്ങളിൽ വേറെ രീതിയിൽ പറയുന്നുണ്ടാകാം, എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പൊ ഇത് നമുക്ക് പ്രാക്ടീസ് ചെയ്യാം. വെൻ ഷുഡ് ഐ റൈറ്റ്, ഞാൻ എപ്പോൾ എഴുതണം, അല്ലെങ്കിൽ എപ്പോൾ ആദ്യം പറഞ്ഞേക്കാം അല്ലെ, രണ്ടും ശരിയാ. ഞാൻ എപ്പോൾ എഴുതണം അല്ലെങ്കിൽ എപ്പോൾ ഞാൻ എഴുതണം, രണ്ടും കറക്റ്റ്. എപ്പോൾ ഞാൻ എഴുതണം, വെൻ ഷുഡ് ഐ റൈറ്റ്, വെൻ ഷുഡ് ഐ റൈറ്റ്, വെൻ ഷുഡ് ഐ റൈറ്റ്, വെൻ ഷുഡ് ഐ റൈറ്റ്. ഓക്കെ, എപ്പോൾ ഞാൻ എഴുതണം, 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 എപ്പോൾ ഞാൻ എഴുതണം. ഇനി അടുത്തത് എപ്പോൾ നമ്മൾ എഴുതണം, നമ്മൾ എപ്പോൾ എഴുതണം, ഇച്ചിരി ചേഞ്ച് ചെയ്ത് പറയാം. നമ്മൾ എപ്പോൾ എഴുതണം, എപ്പോഴൊന്ന് രണ്ടാമത് പറയാം. രണ്ടും ഒന്ന് തന്നെയാണ് കേട്ടോ. എപ്പോൾ നമ്മൾ എഴുതണം, നമ്മൾ എപ്പോൾ എഴുതണം. വെൻ ഷുഡ് വി റൈറ്റ്, വെൻ ഷുഡ് വി റൈറ്റ്, വെൻ ഷുഡ് മുമ്പിൽ തന്നെ കിടക്കണേ. വെൻ ഷുഡ് വി റൈറ്റ്, എപ്പോൾ നമ്മൾ എഴുതണം, വെൻ ഷുഡ് വി റൈറ്റ്, എപ്പോൾ നമ്മൾ എഴുതണം, നമ്മൾ എപ്പോൾ 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 എഴുതണം. ഇനി എന്താണ്, നീ എപ്പോൾ എഴുതണം. വെൻ ഷുഡ് യു റൈറ്റ്, വെൻ ഷുഡ് യു റൈറ്റ്, വെൻ ഷുഡ് യു റൈറ്റ്. അത് തന്നെ. ഓക്കെ, എളുപ്പമല്ലേ. വെൻ ഷുഡ് യു റൈറ്റ്, നീ എപ്പോൾ എഴുതണം, എപ്പോൾ നീ എഴുതണം, എപ്പോൾ നിങ്ങൾ എഴുതണം, എപ്പോൾ നിങ്ങൾ എഴുതണം, എപ്പോൾ നീ എഴുതണം, എപ്പോൾ നീ എഴുതണം, നീ എപ്പോൾ എഴുതണം, നീ എപ്പോൾ എഴുതണം, നീ എപ്പോൾ എഴുതണം, നീ എപ്പോൾ എഴുതണം. ഓക്കെ, നീ ഇതൊക്കെ വയ്ക്കാം കേട്ടോ, നമ്മൾ വെച്ചില്ലാന്നേ ഉള്ളൂ. അവൻ എപ്പോൾ എഴുതണം, എങ്ങനെ പറയും. വെൻ ഷുഡ് ഹി റൈറ്റ്, വെൻ ഷുഡ് ഹി റൈറ്റ്. അവൻ എപ്പോൾ എഴുതണം, വെൻ ഷുഡ് ഹി റൈറ്റ്. അവൻ എപ്പോൾ എഴുതണം, 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 എപ്പോൾ അവൻ എഴുതണം, എപ്പോഴാണ് അവൻ എഴുതേണ്ടത്, എപ്പോഴാണ് അവൻ എഴുതേണ്ടത്. അതൊക്കെ ഒന്ന് തന്നെയാ അല്ലേ. ഇനി അവൾ എപ്പോൾ എഴുതണം. വെൻ ഷുഡ് ഷീ റൈറ്റ്, വെൻ ഷുഡ് ഷീ റൈറ്റ്, വെൻ ഷുഡ് ഷീ റൈറ്റ്. അവൾ എപ്പോൾ എഴുതണം, അവൾ എപ്പോൾ എഴുതണം, എപ്പോൾ അവൾ എഴുതണം, എപ്പോൾ അവൾ എഴുതണം, എപ്പോൾ അവൾ എഴുതണം. അവൾ എപ്പോൾ എഴുതണം, എപ്പോഴാണ് അവൾ എഴുതേണ്ടത്, എപ്പോഴാണ് അവൾ എഴുതേണ്ടത്. അത് തന്നെ വെൻ ഷുഡ് ഷീ റൈറ്റ് അല്ലേ. ഇനി അവർ എപ്പോൾ എഴുതണം. വെൻ ഷുഡ് ദേ റൈറ്റ്, വെൻ ഷുഡ് ദേ റൈറ്റ്. ഓക്കെ, വെൻ ഷുഡ് ദേ റൈറ്റ്. അവർ എപ്പോൾ എഴുതണം, എപ്പോൾ അവർ 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 എഴുതണം. ഓക്കെ, ഇനി അടുത്തത് വെച്ച് നമുക്ക് പ്രാക്ടീസ് ചെയ്യാം. എന്ത്, ഞാൻ എന്ത് എഴുതണം. വാട്ട് ഷുഡ് ഐ റൈറ്റ്, വാട്ട് ഷുഡ് ഐ റൈറ്റ്. ഞാൻ എന്ത് എഴുതണം, എന്ത് ഞാൻ എഴുതണം, എന്താണ് ഞാൻ എഴുതേണ്ടത്. എല്ലാം ഒന്ന് തന്നെ ഇംഗ്ലീഷില്. വാട്ട് ഷുഡ് ഐ റൈറ്റ്, ഷുഡ് മുമ്പിൽ കിടക്കണം, അത് മറക്കരുത്. ഞാൻ എന്ത് എഴുതണം, ഞങ്ങൾ എന്ത് എഴുതണം, നീ എന്ത് എഴുതണം, അവൻ എന്ത് എഴുതണം, അവൾ എന്ത് എഴുതണം, അവരെന്ത് എഴുതണം. ഇത്രയേ ഉള്ളൂ. ഞാൻ എന്ത് വാക്കാണ്, വാട്ട്. മറ്റേ ക്വസ്റ്റ്യന്റെ ഫോർമുല ഇത് തന്നെയാണ്, ഷുഡ് മുമ്പിൽ കിടക്കുന്നത്. ഓക്കെ, ഞാൻ എന്ത് എഴുതണം. വാട്ട് ഷുഡ് ഐ റൈറ്റ്, വാട്ട് ഷുഡ് ഐ റൈറ്റ്. ഞാൻ എന്ത് എഴുതണം, എന്ത് ഞാൻ എഴുതണം, എന്ത് ഞാൻ എഴുതണം, എന്താണ് ഞാൻ എഴുതേണ്ടത്, എന്താണ് ഞാൻ എഴുതേണ്ടത്, എന്താണ് ഞാൻ എഴുതേണ്ടത്. ഞാൻ എന്ത് എഴുതണം, ഞാൻ എന്ത് എഴുതണം,
ഞാൻ എന്തെഴുതണം? ഞാൻ എന്തെഴുതണം? ഇനി ഞങ്ങൾ എന്തെഴുതണം? വാട്ട് ഷുഡ് വി റൈറ്റ്? വാട്ട് ഷുഡ് ബി റൈറ്റ്? വാട്ട് ഷുഡ് ബി റൈറ്റ്? വാട്ട് ഷുഡ് ബി റൈറ്റ്? ഞങ്ങൾ എന്തെഴുതണം? 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 ഇനി അടുത്തത് നീ എന്തെഴുതണം? വാട്ട് ഷുഡ് യു റൈറ്റ്? വാട്ട് ഷുഡ് യു റൈറ്റ്? നീ എന്താണ് എഴുതേണ്ടത്? എന്ത് നീ എഴുതണം? എന്താണ് നീ എഴുതേണ്ടത്? ഇതൊക്കെ മലയാളത്തിൽ നമ്മൾ പല രീതിയിൽ ചോദിക്കുന്നത് കണ്ട് ഇംഗ്ലീഷിൽ ഒരു കാര്യം വാട്ട് ഷുഡ് യു റൈറ്റ്? വാട്ട് ഷുഡ് യു റൈറ്റ്? നീ എന്തെഴുതണം? വാട്ട് ഷുഡ് യു റൈറ്റ്? നീ എന്തെഴുതണം? നീ എന്തെഴുതണം? നീ എന്തെഴുതണം? നീ എന്തെഴുതണം? നീ എന്തെഴുതണം? നീ എന്തെഴുതണം? എന്ത് നീ എഴുതണം? എന്ത് നീ എഴുതണം? എന്താണ് നീ എഴുതേണ്ടത്? എന്താണ് നീ എഴുതേണ്ടത്? എന്താണ് നീ എഴുതേണ്ടത്? ഇനി ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞേക്കാം. എന്താണ് നീ എഴുതേണ്ടതെന്ന് ഇംഗ്ലീഷിൽ വളഞ്ഞു കെട്ടി പറയാം. വാട്ട് ഈസ് ഇറ്റ് ദാറ്റ് യു ഹാവ് ടു റൈറ്റ് എന്നൊക്കെ പറയാം. പക്ഷെ നമുക്ക് ഇത് മലയാളത്തിൽ അത് തന്നെ ഒന്ന് മനസ്സിലാക്കിയാൽ മതി. ഓക്കെ, അവൻ എന്തെഴുതണം? അവൻ എന്താണ് എഴുതേണ്ടത്? വാട്ട് ഷുഡ് ഹി റൈറ്റ്? വാട്ട് ഷുഡ് ഹി റൈറ്റ്? അവൻ എന്തെഴുതണം? വാട്ട് ഷുഡ് ഹി റൈറ്റ്? വാട്ട് ഷുഡ് ഹി റൈറ്റ്? ഓക്കെ, അവൻ എന്തെഴുതണം? 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 ഇനി അവൾ എന്തെഴുതണം? അവൾ എന്തെഴുതണം? എന്ത് അവൾ എഴുതണം? എന്താണ് അവൾ എഴുതേണ്ടത്? അങ്ങനെയൊക്കെ പരിശോധിക്കുന്നത് വാട്ട് ഷുഡ് ഷീ റൈറ്റ്? വാട്ട് ഷുഡ് ഷീ റൈറ്റ്? അവൾ എന്തെഴുതണം? വാട്ട് ഷുഡ് ഷീ റൈറ്റ്? അവൾ എന്തെഴുതണം? അവൾ എന്തെഴുതണം? അവൾ എന്തെഴുതണം? അവൾ എന്തെഴുതണം? അവൾ എന്തെഴുതണം? അവൾ എന്തെഴുതണം? എന്താണ് അവൾ എഴുതേണ്ടത്? എന്താണ് അവൾ എഴുതേണ്ടത്? എന്ത് അവൾ എഴുതണം? എന്ത് അവൾ എഴുതണം? നിങ്ങൾ ഉറക്കെ പറയുന്നുണ്ടല്ലോ അല്ലേ? ഉറക്കെ പറയണേ. നമ്മൾ പറഞ്ഞ് എന്നത് ഉറക്കെയാണ്. നമ്മൾ കേൾക്കണം. കേട്ടാണ് നമ്മൾ പഠിക്കേണ്ടത്. അവർ എന്തെഴുതണം? വാട്ട് ഷുഡ് ദേ റൈറ്റ്? വാട്ട് ഷുഡ് ദേ റൈറ്റ്? അവർ എന്തെഴുതണം? 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 അവർ എന്ത് എഴുതണം? അവർ എന്തെഴുതണം? ഓക്കെ, ഇനി നമുക്ക് ക്യാനെ കുറിച്ച് പറയാം. അപ്പൊ നമുക്ക് സമയത്തിന്റെ പ്രശ്നം കൂടിയുണ്ട്. അപ്പൊ നമ്മൾക്ക് ഇനി വേറൊരു വെർബ് എടുക്കാം. എന്നിട്ട് ക്യാനും വയ്ക്കായി. അടുത്ത നമ്മൾ എടുക്കുന്ന ഡു അല്ലേ? ഡുവിന്റെ അർത്ഥം അറിയാലോ. ഡു ബേസ് ഫോം ആണിത്. ബേസ് ഫോമിൽ ഇതിന്റെ അർത്ഥം ചെയ്യുക. അതാണ് ഡുവിന്റെ അർത്ഥം. ഡു ചെയ്യുക. ഓക്കെ, അപ്പൊ നമുക്ക് ക്യാൻ വെച്ച് ഇത് തന്നെ ഫോർമുലേക്ക് ഇത് തന്നെയാണ്. എനിക്ക് എപ്പോൾ ചെയ്യാൻ പറ്റും? എനിക്ക് ചെയ്യാൻ പറ്റുമോ? ക്യാൻ ഐ ഡു? ഓർക്കുന്നുണ്ടോ? ക്യാൻ ഐ ഡു? എനിക്ക് എപ്പോൾ ചെയ്യാൻ പറ്റും? എനിക്ക് ആ ജോലി എപ്പോൾ ചെയ്യാൻ പറ്റും? വെൻ ക്യാൻ ഐ ഡു ദാറ്റ് വർക്ക്? വെൻ ക്യാൻ ഐ ഡു? ഓക്കെ, അപ്പൊ ഡു വെച്ച് ക്യാൻ. ഇതെല്ലാം ഞാൻ എപ്പോൾ ചെയ്യണം? അതും പറയാം. വെൻ ഷുഡ് ഐ ഡു? വെൻ ഷുഡ് ഐ ഡു? വെൻ ഷുഡ് ഐ ഡു? ഓക്കെ, ഇപ്പൊ നമ്മള് ക്യാൻ വയ്ക്കാൻ പോകണേ. ഷുഡിന് പകരം ക്യാൻ വയ്ക്കുന്നു. എന്താണ് പറയുക? അപ്പൊ അതെങ്ങനെയാകും? ക്യാൻ വയ്ക്കുമ്പോൾ എനിക്ക് എപ്പോൾ ചെയ്യാൻ കഴിയും? എനിക്ക് എപ്പോൾ ചെയ്യാൻ കഴിയും? എപ്പോൾ എനിക്ക് ചെയ്യാൻ കഴിയും? അല്ലെങ്കിൽ എപ്പോൾ എനിക്കത്, അതാകുമ്പോൾ കുറെ കൂടി മീനിങ് ഫുൾ ആണ് അല്ലെ? എപ്പോൾ എനിക്കത് ചെയ്യാൻ കഴിയും? എപ്പോൾ എനിക്കത് ചെയ്യാൻ കഴിയും? എങ്ങനെ പറയും? വെൻ ക്യാൻ ഐ ഡു ഇറ്റ്? ക്യാൻ ഐ ഡു ഇറ്റ് നമ്മൾ പ്രാക്ടീസ് ചെയ്തതാ. ക്യാൻ ഐ ഡു ഇറ്റ്? എനിക്കത് ചെയ്യാൻ കഴിയുമോ? ക്യാൻ ഐ ഡു ഇറ്റ് പ്രാവശ്യം പറഞ്ഞതാണ്. അതിന് മുമ്പിൽ വെൻ വയ്ക്കുമ്പോൾ എപ്പോൾ എനിക്കത് ചെയ്യാൻ കഴിയും? അങ്ങനെയാകും. എപ്പോൾ എനിക്കത് ചെയ്യാൻ കഴിയും? വെൻ ക്യാൻ ഐ ഡു ഇറ്റ്? വെൻ ക്യാൻ ഐ ഡു ഇറ്റ്? വെൻ ക്യാൻ ഐ ഡു ഇറ്റ്? ഓക്കെ, പ്രാക്ടീസ് ചെയ്യാം. എനിക്ക് എപ്പോൾ അത് ചെയ്യാൻ പറ്റും? വെൻ ക്യാൻ ഐ ഡു ഇറ്റ്? ക്യാൻ വെച്ചാണ്, ഷുഡ് അല്ല, ക്യാൻ. നമ്മൾ കണ്ട ക്യാൻ.
എപ്പോൾ എനിക്കത് ചെയ്യാൻ കഴിയും? വെൻ ക്യാൻ ഐ ഡു ഇറ്റ്? എപ്പോൾ എനിക്കത് ചെയ്യാൻ കഴിയും? 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 ഇനി എപ്പോൾ ഞങ്ങൾക്കത് ചെയ്യാൻ കഴിയും? ഞങ്ങൾക്കത് എപ്പോൾ ചെയ്യാൻ കഴിയും? ഞങ്ങൾക്ക് അത് എപ്പോൾ ചെയ്യാൻ കഴിയും? അല്ലെങ്കിൽ എപ്പോൾ ഞങ്ങൾക്കത് ചെയ്യാൻ കഴിയും? മലയാളത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിച്ചു പറയാം, കുഴപ്പമില്ല. പക്ഷെ ഇംഗ്ലീഷിൽ അല്ല, വെൻ ആദ്യം തന്നെ പറയണം. വെൻ ക്യാൻ വി ഡു ഇറ്റ്? ഞങ്ങൾക്ക് അത് എപ്പോൾ ചെയ്യാൻ കഴിയും? വെൻ ക്യാൻ വി, ക്യാൻ മുമ്പിൽ വരണം അല്ലേ? ക്വസ്റ്റ്യൻ അങ്ങനെ, ഇംഗ്ലീഷുകാരെ അങ്ങനെ ഇടുള്ളൂ. വെൻ ക്യാൻ വി ഡു ഇറ്റ്? വെൻ ക്യാൻ വി ഡു ഇറ്റ്? വെൻ ക്യാൻ വി ഡു ഇറ്റ്? ഞങ്ങൾക്കത് എപ്പോൾ ചെയ്യാൻ കഴിയും? ഞങ്ങൾക്കത് എപ്പോൾ ചെയ്യാൻ കഴിയും? എപ്പോൾ ഞങ്ങൾക്കത് 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 ചെയ്യാൻ കഴിയും? ഞങ്ങൾക്കത് എപ്പോൾ ചെയ്യാൻ കഴിയും? ഞങ്ങൾക്കത് എപ്പോൾ ചെയ്യാൻ കഴിയും? ഓക്കെ. നിനക്കത് എപ്പോൾ ചെയ്യാൻ കഴിയും? എപ്പോൾ നിനക്കത് ചെയ്യാൻ കഴിയും? വെൻ ക്യാൻ യു ഡു ഇറ്റ്? വെൻ ക്യാൻ യു ഡു ഇറ്റ്? വെൻ ക്യാൻ യു ഡു ഇറ്റ്? ഓക്കെ. എപ്പോൾ നിനക്കത് ചെയ്യാൻ കഴിയും? വെൻ ക്യാൻ യു ഡു ഇറ്റ്? വെൻ ക്യാൻ യു ഡു ഇറ്റ്? എപ്പോൾ നിനക്കത് ചെയ്യാൻ കഴിയും? എപ്പോൾ നിനക്കത് ചെയ്യാൻ കഴിയും? നിനക്കത് എപ്പോൾ ചെയ്യാൻ കഴിയും? നിനക്കത് എപ്പോൾ ചെയ്യാൻ കഴിയും? നിനക്കത് എപ്പോൾ ചെയ്യാൻ കഴിയും? നിങ്ങൾക്കത് എപ്പോൾ ചെയ്യാൻ കഴിയും? നിങ്ങൾക്കത് എപ്പോൾ ചെയ്യാൻ കഴിയും? നിങ്ങൾക്കത് എപ്പോൾ ചെയ്യാൻ കഴിയും? അടുത്തത്, അവന് അത് എപ്പോൾ ചെയ്യാൻ കഴിയും? അത് അവന് എപ്പോൾ ചെയ്യാൻ കഴിയും? എപ്പോഴാണ് അവനത് ചെയ്യാൻ കഴിയുക? അങ്ങനെയൊക്കെ ചോദിക്കും ക്യാൻ വെച്ച് അല്ലെ. അവന് എപ്പോൾ അത് ചെയ്യാൻ കഴിയും? അവനെപ്പോഴത് ചെയ്യാൻ കഴിയും? വെൻ ക്യാൻ ഹി ഡു ഇറ്റ്? വെൻ ക്യാൻ ഹി ഡു ഇറ്റ്? വെൻ ക്യാൻ ഹി ഡു ഇറ്റ്? അവനത് എപ്പോൾ ചെയ്യാൻ കഴിയും? വെൻ ക്യാൻ ഹി ഡു ഇറ്റ്? ഓക്കെ. അവനത് എപ്പോൾ ചെയ്യാൻ കഴിയും? എപ്പോൾ അവനത് 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 ചെയ്യാൻ കഴിയും? എപ്പോൾ അയാൾക്കത് ചെയ്യാൻ കഴിയും? എപ്പോൾ അയാൾക്കത് ചെയ്യാൻ കഴിയും? ഓക്കെ. അവൾക്ക് എപ്പോൾ അത് ചെയ്യാൻ കഴിയും? വെൻ ക്യാൻ ഷീ ഡു ഇറ്റ്? 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 എപ്പോൾ അവൾക്കത് ചെയ്യാൻ കഴിയും? എപ്പോൾ അവൾക്കത് ചെയ്യാൻ കഴിയും? ഓക്കെ, കിട്ടിയോ? എപ്പോൾ അവൾക്കത് ചെയ്യാൻ കഴിയും? വെൻ ക്യാൻ ഷീ ഡു ഇറ്റ്? എപ്പോൾ അവൾക്കത് ചെയ്യാൻ കഴിയും? എപ്പോൾ അവൾക്കത് ചെയ്യാൻ കഴിയും? അവൾക്കത് എപ്പോൾ 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 ചെയ്യാൻ കഴിയും? ഇനി അവർ വെച്ചല്ലേ, അവർക്കത് എപ്പോൾ ചെയ്യാൻ കഴിയും? വെൻ ക്യാൻ ദേ ഡു ഇറ്റ്? അവർക്കത് എപ്പോൾ ചെയ്യാൻ കഴിയും? വെൻ ക്യാൻ ദേ ഡു ഇറ്റ്? വെൻ ക്യാൻ ദേ ഡു ഇറ്റ്? പ്രാക്ടീസ് ചെയ്യണം, ആവർത്തിക്കാം. അവർക്കത് എപ്പോൾ ചെയ്യാൻ കഴിയും? വെൻ ക്യാൻ ദേ ഡു ഇറ്റ്? അവർക്കത് എപ്പോൾ ചെയ്യാൻ കഴിയും? അവർക്കത് എപ്പോൾ ചെയ്യാൻ കഴിയും? അവർക്കത് എപ്പോൾ ചെയ്യാൻ കഴിയും? അത് അവർക്ക് എപ്പോൾ ചെയ്യാൻ കഴിയും? അത് അവർക്ക് എപ്പോൾ ചെയ്യാൻ കഴിയും? അത് അവർക്ക് എപ്പോൾ ചെയ്യാൻ കഴിയും? ഇനി അടുത്തത് വാട്ട് അല്ലേ. എനിക്ക് എന്ത് ചെയ്യാൻ കഴിയും? സാധാരണ പറയുന്ന വാട്ട് ക്യാൻ ഐ ഡു? വാട്ട് ക്യാൻ ഐ ഡു? എന്ത് എനിക്ക് ചെയ്യാൻ പറ്റും? എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആകെ പ്രശ്നത്തില്ല. വാട്ട് ക്യാൻ ഐ ഡു? എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഫോർമുല ഇത് തന്നെയാ. ക്യാൻ മുൻപിൽ വെച്ച് അതിന് മുമ്പിൽ കൊണ്ട് വാട്ട് വയ്ക്കുന്നു. എന്ത്, എനിക്ക് എന്ത് ചെയ്യാൻ കഴിയും? വാട്ട് ക്യാൻ ഐ ഡു? വാട്ട് ക്യാൻ ഐ ഡു? വാട്ട് ക്യാൻ ഐ ഡു? എനിക്ക് എന്ത് ചെയ്യാൻ കഴിയും? വാട്ട് ക്യാൻ ഐ ഡു? എനിക്ക് എന്ത് ചെയ്യാൻ കഴിയും? എനിക്ക് എന്ത് ചെയ്യാൻ കഴിയും?
എനിക്ക് എന്ത് ചെയ്യാൻ കഴിയും? എനിക്ക് എന്ത് ചെയ്യാൻ കഴിയും? എനിക്ക് എന്ത് ചെയ്യാൻ കഴിയും? എനിക്ക് എന്ത് ചെയ്യാൻ കഴിയും? അതെ, അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും അല്ലേ? നമുക്ക് എന്ത് ചെയ്യാൻ, നമ്മൾ അങ്ങനെ പറയുന്നു കൂടുതൽ. നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? വാട്ട് ക്യാൻ യു ഡു? വാട്ട് ക്യാൻ, ആകെ പ്രശ്നമുള്ളൂ. വാട്ട് ക്യാൻ യു ഡു? നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വാട്ട് ക്യാൻ വി ഡു? വാട്ട് ക്യാൻ വി ഡു? വാട്ട് ക്യാൻ വി ഡു? നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? വാട്ട് ക്യാൻ വി ഡു? നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? ഞങ്ങൾക്ക് 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 എന്ത് ചെയ്യാൻ കഴിയും? നമുക്ക് 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 എന്ത് ചെയ്യാൻ കഴിയും? ഇല്ല, നിനക്ക് എന്ത് ചെയ്യാൻ പറ്റും അല്ലെ? നിനക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? നിനക്ക് എന്ത് ചെയ്യാൻ കഴിയും? വാട്ട് ക്യാൻ യു ഡു? വാട്ട് ക്യാൻ യു ഡു? വാട്ട് ക്യാൻ യു ഡു? നിനക്ക് എന്ത് ചെയ്യാൻ കഴിയും? വാട്ട് ക്യാൻ യു ഡു? നീ എന്നെ ഭീഷണിപ്പെടുത്തുകയാണല്ലേ? നിനക്ക് എന്ത് ചെയ്യാൻ പറ്റും? വാട്ട് ക്യാൻ യു ഡു? വാട്ട് ക്യാൻ യു ഡു? വാട്ട് ക്യാൻ യു ഡു? ക്യാൻ മുമ്പിൽ കിടക്കണേ. ആ ക്വസ്റ്റ്യൻ അത് തന്നെ, ആ ഫോർമുല തന്നെ, നേരത്തെ പഠിച്ച അതേ ഫോർമുല അല്ലെ മുൻപിൽ കൊണ്ട് വാട്ട് വയ്ക്കുന്നു. അപ്പൊ നിനക്ക് എന്ത് ചെയ്യാൻ കഴിയും? വാട്ട് ക്യാൻ യു ഡു? നിനക്ക് എന്ത് ചെയ്യാൻ കഴിയും? 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 ഓക്കെ, ഇനി അവൻ എന്ത് ചെയ്യാൻ പറ്റും? അവൻ എന്ത് ചെയ്യാൻ പറ്റും? പാവം, അവൻ എന്ത് ചെയ്യാൻ പറ്റും? വാട്ട് ക്യാൻ ഹി ഡു? വാട്ട് ക്യാൻ ഹി ഡു? അവൻ എന്ത് ചെയ്യാൻ പറ്റും? വാട്ട് ക്യാൻ ഹി ഡു? വാട്ട് ക്യാൻ ഹി ഡു? അവൻ എന്ത് ചെയ്യാൻ പറ്റും? അവൻ എന്ത് ചെയ്യാൻ പറ്റും? എന്ത് അവന് ചെയ്യാൻ പറ്റും? എന്ത് അവന് ചെയ്യാൻ പറ്റും? അവൻ എന്ത് 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 ചെയ്യാൻ പറ്റും? ഇനി അവൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? വാട്ട് ക്യാൻ ഷീ ഡു? വാട്ട് ക്യാൻ ഷീ ഡു? അവൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? വാട്ട് ക്യാൻ ഷീ ഡു? അവൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവൾക്ക് എന്ത് അവൾക്ക് ചെയ്യാൻ പറ്റും? വാട്ട് ക്യാൻ ഷീ ഡു? വാട്ട് ക്യാൻ ഷീ ഡു? അവൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? വാട്ട് ക്യാൻ ഷീ ഡു? അവൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? 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 ഇനി അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? വാട്ട് ക്യാൻ ദേ ഡു? 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 പല ടോണിൽ പറയാൻ കിട്ടും. അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? വാട്ട് ക്യാൻ ദേ ഡു? അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? 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 ഓക്കെ, നമ്മൾ വേറെ പ്രാക്ടീസ് ചെയ്തില്ല, വേറും പറയാം ഇവിടെയൊക്കെ. അപ്പൊ നമുക്ക് അടുത്ത വേറും കൂടി പറയാൻ പറ്റുന്ന ഒരു വാക്ക്, ഇതിലും പറയാൻ കുഴപ്പമൊന്നുമില്ല. അവരത് എവിടെ ചെയ്യാൻ പറ്റും? വേർ ക്യാൻ ഹി ഡു? ഓക്കെ, ഗോ വെച്ച് പറയാം. ഗോ ദ ബേസ് ഫോമില് ഇതിന്റെ അർത്ഥം എന്താണ്? പോവുക, പോകുക, ഗോ. എനിക്ക് എപ്പോൾ പോകാൻ പറ്റും? വെൻ ക്യാൻ ഐ ഗോ? എനിക്ക് ഞാൻ എപ്പോൾ പോകണം? വെൻ ഷുഡ് ഐ ഗോ? എനിക്ക് എപ്പോൾ പോകാൻ പറ്റും? വെൻ ക്യാൻ ഐ ഗോ? എനിക്ക് എപ്പോൾ പോകാൻ പറ്റി കഴിഞ്ഞു? വെൻ കുഡ് ഐ ഗോ? സെയിം തിങ്, ആ കാനും കൂട്ടൊക്കെ മാറുന്നേ ഉള്ളു. അതനുസരിച്ച്
അർത്ഥങ്ങൾ മാറും. പക്ഷെ ഇതിന്റെ സ്ട്രക്ചർ, രീതി ഒരേപോലെ തന്നെ. ഓക്കെ, നമുക്ക് ക്യാൻ തന്നെ വയ്ക്കാം. എനിക്ക് എപ്പോൾ പോകാൻ പറ്റും? വെൻ ക്യാൻ ഐ ഗോ. എനിക്ക് എപ്പോൾ പോകാൻ പറ്റും? വെൻ ക്യാൻ ഐ ഗോ. എനിക്ക് എപ്പോൾ പോകാൻ പറ്റും? വെൻ ക്യാൻ ഐ ഗോ. എനിക്ക് എപ്പോൾ പോകാൻ പറ്റും? 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 നീ ഞങ്ങൾക്ക് എപ്പോൾ പോകാൻ പറ്റും? വെൻ ക്യാൻ വി ഗോ. വെൻ ക്യാൻ വി ഗോ. വെൻ ക്യാൻ വി ഗോ. ഞങ്ങൾക്ക് എപ്പോൾ പോകാൻ പറ്റും? ഞങ്ങൾക്ക് എപ്പോൾ പോകാൻ പറ്റും? ഞങ്ങൾക്ക് എപ്പോൾ പോകാൻ പറ്റും? ഞങ്ങൾക്ക് എപ്പോൾ പോകാൻ പറ്റും? നമുക്ക് എപ്പോൾ പോകാൻ പറ്റും? എപ്പോൾ നമുക്ക് പോകാൻ പറ്റും? എപ്പോൾ നമുക്ക് പോകാൻ പറ്റും? എപ്പോൾ നമുക്ക് പോകാൻ പറ്റും? എപ്പോൾ നമുക്ക് പോകാൻ പറ്റും? ഓക്കെ, ഇനി അടുത്തത് നമുക്ക് വേറെ വെച്ച് പ്രാക്ടീസ് ചെയ്യാം. ഇത് തന്നെ. പക്ഷെ നിനക്ക് എന്ത് പോകാൻ പറ്റും? നമ്മൾ മലയാളത്തിൽ അങ്ങനെ പറയും, എന്ത് പോകാൻ പറ്റും, അങ്ങനെ പറയില്ല. അപ്പൊ എല്ലാ വാക്കുകളും നമുക്ക് പറയാൻ പറ്റില്ല അല്ലേ? ഇവിടെ പറയാൻ പറ്റും, എനിക്ക് എപ്പോൾ പോകാൻ പറ്റും. എന്ത് പോകാൻ പറ്റുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. എന്തിന് പോകാൻ പറ്റും അത് വേറെ വാക്കാ, വയ്യ. പക്ഷെ ഇത് എവിടെ എനിക്ക് പോകാൻ പറ്റും അല്ലെ? വേർ ക്യാൻ ഐ ഗോ. നമുക്കിവിടെ യു വെച്ച്. നിനക്ക് എവിടെ പോകാൻ പറ്റും? വേർ ക്യാൻ യു ഗോ. വേർ ക്യാൻ യു ഗോ. വേർ എവിടെ. വേർ എവിടെ. നിനക്ക് എവിടെ പോകാൻ പറ്റും? വേർ ക്യാൻ യു ഗോ. നീ എവിടെ പോകണം? വേർ ഷുഡ് യു ഗോ. നിനക്ക് എവിടെ പോകാൻ പറ്റി? വേർ കുഡ് യു ഗോ. വേർ കുഡ് യു ഗോ. അതേ ഉള്ളൂ, മാറ്റി മാറ്റി വെച്ചാൽ മതി. പക്ഷെ ആ സ്ട്രക്ചർ പ്രാക്ടീസ് ചെയ്ത് നമ്മൾ കിട്ടിയാൽ നമുക്ക് എല്ലാം പറയാൻ പറ്റും. ഓക്കെ, അപ്പോ നിനക്ക് എവിടെ പോകാൻ പറ്റും? വേർ ക്യാൻ യു ഗോ. വേർ ക്യാൻ യു ഗോ. ഫോർമുല അത് തന്നെയാണ്. ക്യാൻ മുൻപിൽ വരുന്നു, അതിനുശേഷം സബ്ജക്ട്, ദെൻ ബേസ് ഫോം. ഓക്കെ, നിനക്ക് എവിടെ പോകാൻ പറ്റും? വേർ ക്യാൻ യു ഗോ. വേർ ക്യാൻ യു ഗോ. നിനക്ക് എവിടെ പോകാൻ പറ്റും? വേർ ക്യാൻ യു ഗോ. നിനക്ക് എവിടെ പോകാൻ പറ്റും? 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 ഓക്കെ, ഇനി അവൻ എവിടെ പോകണം? ഷുഡ് വെച്ച് വേറും ഷുഡും വെച്ച് പ്രാക്ടീസ് ചെയ്യാൻ. അവൻ എവിടെ പോകണം? നം 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 ഷുഡ് വയ്ക്കണം. വേർ ഷുഡ് ഹി ഗോ. അവൻ എവിടെ പോകണം? വേർ ഷുഡ് ഹി ഗോ. ഓക്കെ, അവൻ ഷുഡ് വെച്ചാണ് ഈ പ്രാവശ്യം ഹിയുടെ കൂടെ പ്രാക്ടീസ് ചെയ്യുന്നത്. അവൻ എവിടെ പോകണം? വേർ ഷുഡ് ഹി ഗോ. ഷുഡ് മുമ്പിൽ തന്നെ കിടക്കണം. വേർ ഷുഡ് ഹി ഗോ. ഷുഡ് ഹി ഗോ. അവൻ പോകണോ? അവൻ എവിടെ പോകണം? വേർ ഷുഡ് ഹി ഗോ. വേർ ഷുഡ് ഹി ഗോ. വേർ ഷുഡ് ഹി ഗോ. ഓക്കെ, ക്ലിയർ? പ്രാക്ടീസ് ചെയ്യാണ് തുടങ്ങിയാണ് ഞാൻ മലയാളം ഇംഗ്ലീഷ്. അവൻ എവിടെ പോകണം? വേർ ഷുഡ് ഹി ഗോ. അവൻ എവിടെ പോകണം? എവിടെ അവൻ പോകണം? എവിടെ അവൻ പോകണം? എവിടെ അവൻ പോകണം? അവൻ എവിടെ പോകണം? അയാൾ എവിടെ പോകണം? അയാൾ എവിടെ പോകണം? അദ്ദേഹം എവിടെ പോകണം? അദ്ദേഹം എവിടെ പോകണം? അദ്ദേഹം എവിടെ പോകണം? അദ്ദേഹം എവിടെ പോകണം? ഓക്കെ, അവളും ഷുഡ് വെച്ച് പ്രാക്ടീസ് ചെയ്യാം. അവൾ എവിടെ പോകണം? വേർ ഷുഡ് ഷീ ഗോ. വേർ ഷുഡ് ഷീ ഗോ. വേർ ഷുഡ് ഷീ ഗോ. വേർ ഷുഡ് ഷീ ഗോ. അവൾ എവിടെ പോകണം? വേർ ഷുഡ് ഷീ ഗോ. വേർ ഷുഡ് ഷീ ഗോ. വേർ ഷുഡ് ഷീ ഗോ. അവൾ എവിടെ പോകണം? വേർ ഷുഡ് ഷീ ഗോ. അവൾ എവിടെ പോകണം? 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 എവിടെ അവൾ പോകണം? നീ ക്യാൻ വെച്ചും കൂടി നോക്കാം. അവൾക്ക് എവിടെ പോകാൻ പറ്റും? വേർ ക്യാൻ ഷീ ഗോ. വേർ ക്യാൻ ഷീ ഗോ. വേർ ക്യാൻ ഷീ ഗോ. അവൾക്ക് എവിടെ പോകാൻ പറ്റും? വേർ ക്യാൻ ഷീ ഗോ. അവൾക്ക് എവിടെ പോകാൻ കഴിയും? അവൾക്ക് എവിടെ പോകാൻ പറ്റും? അവൾക്ക് എവിടെ പോകാൻ സാധിക്കും?
ഇനി അവൾക്ക് എവിടെ പോകാൻ കഴിഞ്ഞു? വേർ കുഡ് ഷീ ഗോ? വേർ കുഡ് നമ്മൾ പഠിച്ചതല്ലേ. അവൾക്ക് എവിടെ, ഇത് ഫോർമുലയൊക്കെ ഒന്ന് തന്നെയാ. അപ്പൊ അർത്ഥം മാറും. കുഡ് ആവുമ്പോ അർത്ഥം മാറും, ക്യാൻ ആവുമ്പോ വേറെ, ഷുഡ് ആവുമ്പോ വേറെ. അത് നമ്മൾ കണ്ടതാണ്. അത് ഇത് വെച്ച് ഉപയോഗിക്കുന്നതേ ഉള്ളൂ. അവൾക്ക് എവിടെ പോകാൻ കഴിഞ്ഞു? വേർ കുഡ് ഷീ ഗോ? അവൾക്ക് എവിടെ പോകാൻ കഴിഞ്ഞു? വേർ കുഡ് ഷീ ഗോ? അവൾക്ക് എവിടെ പോകാൻ കഴിഞ്ഞു? അവൾക്ക് എവിടെ പോകാൻ കഴിഞ്ഞു? അവൾക്ക് എവിടെ പോകാൻ കഴിഞ്ഞു? ഇനി അവർ എവിടെ പോകണം? വേർ ഷുഡ് ദേ ഗോ? വേർ ഷുഡ് ദേ ഗോ? വേർ ഷുഡ് ദേ ഗോ? അവർ എവിടെ പോകണം? വേർ ഷുഡ് ദേ ഗോ? അവർ എവിടെ പോകണം? 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 അവർക്ക് എവിടെ പോകാൻ പറ്റും? അതെങ്ങനെ പറയും? വേർ ക്യാൻ ദേ ഗോ? വേർ ക്യാൻ ദേ ഗോ? അവർക്ക് എവിടെ പോകാൻ പറ്റും? വേർ ക്യാൻ ദേ ഗോ? വേർ ക്യാൻ ദേ ഗോ? അവർക്ക് എവിടെ പോകാൻ പറ്റും? വേർ ക്യാൻ ദേ ഗോ? അവർക്ക് എവിടെ പോകാൻ പറ്റും? വേർ ക്യാൻ ദേ ഗോ? അവർക്ക് എവിടെ പോകാൻ പറ്റും? 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 ഓക്കെ. അപ്പൊ നമ്മൾ ഇനി ഒരു വെർബ് വേറെ കാണുന്നു. നമ്മള് ഇല്ലേ, സേ എന്നുള്ള വാക്ക്. സേ എന്ന് വെച്ചാല് പറയുക. SAY. സേ എന്ന് വെച്ചാല് പറയുക. ബേസ് ഫോമിലാണ് പറയുക. സേ. AY. സേ. സേ എന്ന് വെച്ചാല് പറയുക. വാക്കുകളൊക്കെ നമ്മൾ പഠിക്കണം. അപ്പോ ഞാൻ എപ്പോൾ പറയണം? വെൻ ഷുഡ് ഐ സേ? അല്ലെ, ഞാൻ എപ്പോൾ പറയണം? വെൻ ഷുഡ് ഐ സേ? ഞാൻ എപ്പോൾ പറയണം? വെൻ ഷുഡ് ഐ സേ? ഞാൻ എപ്പോൾ പറയണം? ഞാൻ എപ്പോൾ പറയണം? ഞാൻ എപ്പോൾ പറയണം? ഞാൻ എപ്പോൾ പറയണം? ഇനി ഞങ്ങൾ എപ്പോൾ പറയണം? വെൻ ഷുഡ് വി സേ? വെൻ ഷുഡ് വി സേ? വെൻ ഷുഡ് വി സേ? ഞങ്ങൾ എപ്പോൾ പറയണം? നം നോക്കുമ്പോ ഷുഡ് ആയിരിക്കും അല്ലേ. വെൻ ഷുഡ് വി സേ? ഞങ്ങൾ എപ്പോൾ പറയണം? ഞങ്ങൾ എപ്പോൾ പറയണം? ഞങ്ങൾ എപ്പോൾ പറയണം? എപ്പോൾ ഞങ്ങൾ പറയണം? എപ്പോൾ ഞങ്ങൾ പറയണം? എപ്പോൾ ഞങ്ങൾ പറയണം? എപ്പോൾ നീ പറയണം? വെൻ ഷുഡ് യു സേ? എപ്പോൾ നീ പറയണം? നീ എപ്പോൾ 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 പറയണം? ഇനി അവൻ എപ്പോൾ പറയണം? വെൻ ഷുഡ് ഹി സേ? വെൻ ഷുഡ് ഹി സേ? അവൻ എപ്പോൾ പറയണം? 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 ഇനി അവൾ എപ്പോൾ പറയണം? വെൻ ഷുഡ് ഷീ സേ? വെൻ ഷുഡ് ഷീ സേ? വെൻ ഷുഡ് ഷീ സേ? വെൻ ഷുഡ് ഷീ സേ? അവൾ എപ്പോൾ പറയണം? 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 ഇനി അവൻ എപ്പോൾ പറയണം? വെൻ ഷുഡ് ദേ സേ? വെൻ ഷുഡ് ദേ സേ? വെൻ ഷുഡ് ദേ സേ? അവർ എപ്പോൾ പറയണം? വെൻ ഷുഡ് ദേ സേ? അവർ എപ്പോൾ പറയണം? 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 ഇനി വാട്ട് വെച്ചല്ലേ, ഞാൻ എന്ത് പറയണം? വാട്ട് ഷുഡ് ഐ സേ? ഞാൻ എന്ത് പറയണം? വാട്ട് ഷുഡ് ഐ സേ? ഞാൻ എന്ത് പറയണം? വാട്ട് ഷുഡ് ഐ സേ? ഞാൻ എന്ത് പറയണം? എന്ത് ഞാൻ പറയണം? എന്ത് ഞാൻ പറയണം? എന്ത് ഞാൻ പറയണം? ഞാൻ എന്ത് പറയണം? ഞാൻ എന്ത് പറയണം? ഞാൻ എന്ത് പറയണം? എനിക്ക് എന്ത് പറയാൻ പറ്റും? അല്ല, അത് ക്യാൻ. അപ്പോ എനിക്ക് എന്ത് പറയാൻ കഴിയും? വാട്ട് ക്യാൻ ഐ സേ? വാട്ട് ക്യാൻ ഐ സേ? എനിക്ക് എന്ത് പറയാൻ പറ്റും?
വാട്ട് ക്യാൻ ഐ സേ? എനിക്ക് എന്ത് പറയാൻ കഴിയും? 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 ഇനി എവിടെ എനിക്കത് പറയാൻ കഴിയും അല്ലെ? എനിക്ക് എവിടെ പറയാൻ കഴിയും? എവിടെ എനിക്ക് പറയാം? വേർ ക്യാൻ ഐ സേ? വേർ ക്യാൻ ഐ സേ? എവിടെ എനിക്ക് പറയാൻ കഴിയും? വേർ ക്യാൻ ഐ സേ? വേർ ഇവിടെ പറയാൻ പറ്റുമോ? അവിടെ പറയാൻ പറ്റുമോ അല്ലെ? വേർ ക്യാൻ ഐ സേ? വേർ ക്യാൻ ഐ സേ? എവിടെ എനിക്ക് പറയാൻ പറ്റും? എനിക്ക് കുറെ കാര്യം പറയാനുണ്ട്, ഞാനത് എവിടെ പറയും? എനിക്ക് എവിടെ പറയാൻ പറ്റും അല്ലെ? എവിടെയാണ്? വേർ ക്യാൻ ഐ സേ? എവിടെ എനിക്കത് പറയാം? വേർ ക്യാൻ ഐ സേ? വേർ ക്യാൻ ഐ സേ? എനിക്ക് എവിടെ പറയാൻ കഴിയും? എനിക്ക് എവിടെ പറയാൻ കഴിയും? വേർ ക്യാൻ ഐ സേ? എനിക്ക് എവിടെ പറയാൻ കഴിയും? ഓക്കെ, എനിക്ക് എവിടെ പറയാൻ കഴിയും? എനിക്ക് എവിടെ പറയാൻ കഴിയും? എവിടെ എനിക്ക് പറയാൻ കഴിയും? എനിക്ക് എവിടെ 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 പറയാൻ കഴിയും? ഓക്കെ, ഇനി വി വെച്ച് സേ അല്ലേ? വെൻ വെച്ച് പറയാം. ഞങ്ങൾ എപ്പോൾ പറയണം? വെൻ ഷുഡ് വി സേ? വെൻ ഷുഡ് വി സേ? ഞങ്ങൾ എപ്പോൾ പറയണം? വെൻ ഷുഡ് വി സേ? ഞങ്ങൾ എപ്പോൾ പറയണം? 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 ഞങ്ങൾ എന്ത് പറയണം? വാട്ട് ഷുഡ് വി സേ? വാട്ട് ഷുഡ് വി സേ? വാട്ട് ഷുഡ് വി സേ? ഞങ്ങൾ എന്ത് പറയണം? ഞങ്ങൾ എന്ത് പറയണം? എന്ത് ഞങ്ങൾ 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 പറയണം? ഞങ്ങൾ എവിടെ പറയണം? എവിടെ ഞങ്ങൾ പറയണം? ഈ കാര്യം ഞങ്ങൾ എവിടെ പറയണം? വേർ ഷുഡ് വി സേ? വേർ ഷുഡ് വി സേ? എവിടെ ഞങ്ങൾ പറയണം? ഞങ്ങൾ എവിടെ 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 പറയണം? ഇനി നമുക്ക് ക്യാൻ വെച്ചല്ലേ, നമ്മൾ ഇത്തിരി അവിടെ ഇവിടെയൊക്കെ ചോദിക്കുകയാണ്. നമ്മൾ നേരത്തെ പഠിച്ചതൊക്കെ ശരിക്കും ആഴത്തിൽ പതിഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെ ചോദിച്ചാലും പറയാൻ പറ്റും. നമ്മൾ ആദ്യത്തെ ക്ലാസ്സുകളിൽ കണ്ടത് ക്യാൻ, ഷുഡ് ഒക്കെ ചോദ്യങ്ങൾ നമ്മൾ വ്യക്തമായിട്ട് മനസ്സിൽ ആഴത്തിൽ പതിഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിച്ചു വെച്ചാലൊന്നും പ്രശ്നമില്ല. അപ്പൊ ഇവിടെ പ്രശ്നം വരുന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ അത്ര ക്ലിയർ ആയിട്ടില്ല എന്നുള്ളതാണ് അതിന്റെ സൂചന. ഓക്കെ, സേ അല്ലേ? നീ എപ്പോൾ പറയണം? വെൻ ഷുഡ് യു സേ? നീ എപ്പോൾ പറയണം? വെൻ ഷുഡ് യു സേ? നീ എപ്പോൾ പറയണം? വെൻ ഷുഡ് യു സേ? നീ എപ്പോൾ പറയണം? നീ എപ്പോൾ പറയണം? എപ്പോൾ നീ പറയണം? എപ്പോൾ നീ പറയണം? എപ്പോൾ നീ പറയണം? എപ്പോൾ നീ പറയണം? നീ എപ്പോൾ പറയണം? നീ എപ്പോൾ പറയണം? നീ എപ്പോൾ പറയണം? ഇനി നീ എന്ത് പറയണം? വാട്ട് ഷുഡ് യു സേ? ചോദ്യത്തിന്റെ ഫോർമുല ഒന്ന് തന്നെയാ, ആവർത്തിച്ച് ആവർത്തിച്ച് നമ്മളിത് പഠിക്കും. ഓക്കെ, നീ എന്ത് പറയണം? വാട്ട് ഷുഡ് യു സേ? വാട്ട് ഷുഡ് യു സേ? വാട്ട് ഷുഡ് യു സേ? നീ എന്ത് പറയണം? നീ എന്ത് പറയണം? നീ എന്ത് പറയണം? നീ എന്ത് പറയണം? നിങ്ങൾ 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 എന്ത് പറയണം? ഓക്കെ, നീ എവിടെ പറയണം? എവിടെ നീ അത് പറയണം? വേർ ഷുഡ് യു സേ? വേർ ഷുഡ് യു സേ? നീ എവിടെ പറയണം? നീ എവിടെ പറയണം? വേർ ഷുഡ് യു സേ? ഓക്കെ, നീ എവിടെ പറയണം? വേർ ഷുഡ് യു സേ? നീ എവിടെ പറയണം? 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 ഓക്കെ, അവൻ അല്ലേ?
അവനെപ്പോൾ പറയണം when should he say, when should he say, അവനെപ്പോൾ പറയണം when should he say, അവനെപ്പോൾ പറയണം, 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 എപ്പോൾ അവൻ പറയണം, അവൻ എന്ത് പറയണം, വാട്ട് ഷുഡ് ഹി സേ, അവൻ എന്ത് പറയണം, വാട്ട് ഷുഡ് ഹി സേ, വാട്ട് ഷുഡ് ഹി സേ, അവൻ എന്ത് പറയണം, വാട്ട് ഷുഡ് ഹി സേ, അവൻ എന്ത് പറയണം, 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 എന്തവൻ പറയണം, എന്തവൻ പറയണം, അവൻ എന്ത് പറയണം. അടുത്തത് അവൻ എവിടെ പറയണം, എവിടെ അവൻ അത് പറയണം, വേർ ഷുഡ് ഹി സേ ഇറ്റ്. അപ്പൊ അതൊന്നും നമ്മൾ പറയുന്നില്ല. അവൻ എവിടെ പറയണം, വേർ ഷുഡ് ഹി സേ, വേർ ഷുഡ് ഹി സേ. ആ ക്വസ്റ്റിന്റെ മോഡൽ അല്ലെ, അതിന്റെ സ്ട്രക്ചർ അതെങ്ങനെ പറയുന്നതെന്ന് മനസ്സിലായ പിന്നെ എളുപ്പം എല്ലാം പറയാൻ പറ്റും. അവൻ എവിടെ പറയണം, വേർ ഷുഡ് ഹി സേ, വേർ ഷുഡ് ഹി സേ. അവൻ എവിടെ പറയണം, അവൻ എവിടെ പറയണം, എവിടെ അവൻ പറയണം, വേർ ഷുഡ് ഹി സേ. എവിടെ അവൻ പറയണം, എവിടെ അവൻ പറയണം, എവിടെ അവൻ പറയണം, എവിടെ അവൻ പറയണം, അവൻ എവിടെ പറയണം, അവൻ എവിടെ പറയണം. ഓക്കെ, ഇനി ഷീയുടെ കൂടെ അവൾ എപ്പോൾ പറയണം, when should she say, when should she say, അവൾ എപ്പോൾ പറയണം, when should she say, when should she say, അവൾ എപ്പോൾ പറയണം, when should she say, അല്ലേ, when അല്ലേ പറഞ്ഞത്, when should she say, അവൾ എപ്പോൾ പറയണം, when should she say, should she എന്നൊക്കെ പറയാൻ ഇച്ചിരി പ്രയാസമായിരിക്കും, അത് ശീലിച്ചാൽ മതി, അതൊക്കെ വന്നോളൂ കേട്ടോ. പ്രാക്ടീസ് ചെയ്യണം, പ്രാക്ടീസ് പ്രാക്ടീസ് പ്രാക്ടീസ്. പ്രാക്ടീസ് മേക്സ് എ മാൻ പെർഫെക്റ്റ്. അങ്ങനെ പറയാറുണ്ട്. അവൾ എപ്പോൾ പറയണം, when should she say, അവൾ എപ്പോൾ പറയണം, 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 അവൾ എന്ത് പറയണം, വാട്ട് ഷുഡ് ഷീ സേ, വാട്ട് ഷുഡ് ഷീ സേ, വാട്ട് ഷുഡ് ഷീ സേ. അവൾ എന്ത് പറയണം, അവൾ എന്ത് പറയണം, അവൾ എന്ത് പറയണം, അവൾ എന്ത് പറയണം, എന്തവൾ പറയണം, എന്താണ് അവൾ പറയേണ്ടത്, എന്താണ് അവൾ പറയേണ്ടത്. ഓക്കെ, അവൾ എവിടെ പറയണം, വേർ ഷുഡ് ഷീ സേ, വേർ ഷുഡ് ഷീ സേ. അവൾ എവിടെ പറയണം, 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 അവൾ എവിടെ പറയണം. ഓക്കെ, ഇനി അവർ, അവർക്ക് നമുക്ക് ക്യാൻ വെച്ച് പറയാം ഇത്. അവർക്ക് എപ്പോൾ പറയാൻ കഴിയും, അവർക്ക് എപ്പോൾ പറയാൻ കഴിയും, when can they say. ഷുഡിന് വരണ്ടേ, സോറി ഷുഡിന് വരാൻ ക്യാൻ. അവർക്ക് എപ്പോൾ പറയാൻ കഴിയും, അവർക്ക് എപ്പോൾ പറയാൻ കഴിയും, when can they say, when can they say. ഓക്കെ, അവർക്ക് എപ്പോൾ പറയാൻ കഴിയും, when can they say, when can they say. അവർക്ക് എപ്പോൾ പറയാൻ കഴിയും, when can they say. അവർക്ക് എപ്പോൾ പറയാൻ കഴിയും, അവർക്ക് എപ്പോൾ പറയാൻ കഴിയും, അവർക്ക് എപ്പോൾ പറയാൻ കഴിയും, അവർക്ക് എപ്പോൾ പറയാൻ കഴിയും, അവർക്ക് എപ്പോൾ പറയാൻ കഴിയും. അവർക്ക് എന്ത് പറയാൻ കഴിയും, വാട്ട് ക്യാൻ ദേ സേ, വാട്ട് ക്യാൻ ദേ സേ. അവർക്ക് എന്ത് പറയാൻ കഴിയും, അവർക്ക് എന്ത് പറയാൻ പറ്റും, വാട്ട് ക്യാൻ ദേ സേ, വാട്ട് ക്യാൻ ദേ സേ. അവർക്ക് എന്ത് പറയാൻ പറ്റും, വാട്ട് ക്യാൻ ദേ സേ. ഞാൻ പറയുമ്പോഴേക്കും നിങ്ങളും പറയുന്നേ കൂടുതൽ. ഓക്കെ, അവർക്ക് എന്ത് പറയാൻ പറ്റും, വാട്ട് ക്യാൻ ദേ സേ. അവർക്ക് എന്ത് പറയാൻ പറ്റും, 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 അവർക്ക് എന്ത് പറയാൻ പറ്റും. ഇനി അവർക്ക് എവിടെ പറയാൻ പറ്റും, വേർ ക്യാൻ ദേ സേ. അവർക്ക് കുറച്ച് കാര്യം പറയാനുണ്ട്, അവർക്ക് എവിടെ പറയാം, വേർ ക്യാൻ ദേ സേ, വേർ ക്യാൻ ദേ സേ. എവിടെ അവർക്ക് പറയാൻ പറ്റും, അവർക്ക് എവിടെ പറയാൻ പറ്റും, വേർ ക്യാൻ ദേ സേ. അവർക്ക് എവിടെ പറയാൻ പറ്റും, വേർ ക്യാൻ ദേ സേ.
ക്വസ്റ്റ്യൻ ആണല്ലേ. അവർക്ക് എവിടെ പറയാൻ പറ്റും? 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 അവർ എവിടെ പറയണം? വേർ ഷുഡ് ദേ സേ? അവർ എവിടെ പറയണം? വേർ ഷുഡ് ദേ സേ? അവർക്ക് എന്ത് പറയാൻ പറ്റി? വാട്ട് കുഡ് ദേ സേ അല്ലേ? വാട്ട് കുഡ് ദേ സേ? അപ്പൊ നമ്മൾ എന്ത് കേട്ടാലും വരണം. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്ന് കണ്ടത് എന്താണ്? വെൻ, വാട്ട്, വേർ. എപ്പോൾ, എന്ത്, എവിടെ. അത് വെച്ചുള്ള ചോദ്യങ്ങള്. ചോദ്യത്തിന്റെ രീതി നേരത്തെ കണ്ടത് തന്നെയാണ്. വെർബിന്റെ ആദ്യത്തെ ഭാഗം മുമ്പിലുണ്ടാവും. അതിന്റെ മുമ്പിൽ കൊണ്ടുവന്ന് വെന്നോ വേറോ വാട്ടോ വയ്ക്കും. ഓക്കെ, അപ്പൊ ക്വസ്റ്റിന്റെ സ്ട്രക്ചർ സെയിം ആണ്. ഇതുവരെ നേരത്തെ ക്ലാസ്സിൽ കണ്ടതുപോലെ തന്നെയാണ്. പിന്നെ നമ്മൾ പറഞ്ഞതുപോലെ മലയാളത്തിൽ നമുക്ക് അങ്ങോട്ടൊക്കെ തിരിച്ചു പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. എപ്പോൾ അവൻ പോകണം, അവൻ എപ്പോൾ പോകണം, എപ്പോഴാണ് അവൻ പോകേണ്ടത്, അവൻ എപ്പോൾ, അങ്ങനെയൊക്കെ പല രീതിയിൽ നമ്മൾ മലയാളത്തിൽ കുറെ കൂടി നമുക്ക് ഫ്രീഡം ഉണ്ട് അങ്ങനെ അല്ലേ. അപ്പോ അത് നമ്മൾ മനസ്സിലാക്കിയിരിക്കുക. പിന്നെ പ്രാക്ടീസ് ചെയ്യുക. പ്രാക്ടീസ് ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ടത്. പിന്നെ ഹോംവർക്ക് ഉണ്ട്, ഹോംവർക്ക് ചെയ്ത് നോക്ക്. ഹോംവർക്ക് മാത്രം ചെയ്തതുകൊണ്ട് ഇംഗ്ലീഷ് പഠിക്കില്ല, പ്രാക്ടീസ് ചെയ്താൽ ഇംഗ്ലീഷ് പഠിക്കും. അപ്പൊ അത് നമ്മുടെ ക്ലാസ്സുകൾ ലിമിറ്റ് ചെയ്താണ്. അപ്പൊ നിങ്ങൾ ഒരാളെ കൂടി കണ്ടെത്തി പ്രാക്ടീസ് ചെയ്യാൻ കുറെ കൂടി നന്നായിരിക്കും. നമുക്ക് വളരെ എളുപ്പത്തിൽ ഇംഗ്ലീഷ് പഠിക്കാന്നേ, ധൈര്യത്തോടെ വി ക്യാൻ സ്പീക്ക്. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്.